പാഠം 886. ഞെട്ടിപ്പിക്കുന്ന പൂഴിക്കടകൻ. മണി 8 ഇതുവരെയായിട്ടും ഭമയെ ചായ എന്ന് വിളിക്കാത്തത് എന്താണാവോ? ചായ മറന്നു പോകാൻ തക്കതായിട്ടുള്ള എന്ത് വാർത്തയാണോ പത്രത്തിലുള്ളത്? ഇനിയിപ്പൊ ഞാൻ വൈകുന്നുള്ള ചീത്തകളി വേണ്ടേ, ചായ കൊടുത്തേക്കാം. വിലക്കയറ്റം പിടിച്ചു നിർത്താനായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മന്ത്രി. സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് തടയാനും ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനുമുള്ള കൂടുതൽ നടപടികൾ ഉടനുണ്ടാകുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഈ വിലക്കയറ്റം സഹിക്കവയാതെ ആളുകൾ എന്തെങ്കിലും കടുങ്ങയൊക്കെ ചെയ്തളയും. മോനേട്ടാ, മണി 8 ചായ ഒന്നും വേണ്ടായിരുന്നു. സ്വയം പര്യാപ്തതയ്ക്കായി കഠിന ശ്രമം നടത്തണമെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രവും വ്യക്തികളും സ്വയം പര്യാപ്തരായി മാറുമ്പോഴാണ് ശരിയായ വികസനം നടപ്പിലാകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മോഹനേട്ടാ, ചായ. ജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് രാഷ്ട്രപതി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ലക്ഷ്യം കാണുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ചായ വാങ്ങുന്നുണ്ടോ ഇല്ലയോ? കാഴ്ചക്കാരായി സർക്കാർ. എന്താണ്? മോഹനേട്ടാ, ദേ ഈ ചായയായിട്ട് മോഹനേട്ടൻ പറഞ്ഞ് നടക്കാൻ കൊണ്ട് വയ്യേ. ഇത് വാങ്ങുന്നോ ഇല്ലയോ? മോഹനേട്ടനോടാണ് ഞാൻ ഈ ചോദിച്ചത്. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? ഒരാളൊരു ഫോൺ ചെയ്യുമ്പോ അടുത്തു നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് എവിടത്തെ മര്യാദയാ? അതെ, മര്യാദ ഒരു വശത്തേക്ക് മാത്രം പോരാ. എല്ലാ ദിവസവും മോഹനേട്ടൻ കൃത്യം 7:30 ആകുമ്പോഴേക്കും ചായ ചായ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ തന്നെ എന്തൊക്കെയാണ് പറയാറുള്ളത്. ഇപ്പൊ ഇതാ ഞാൻ ഈ ചായ ആയിട്ട് പുറകെ നടക്കുമ്പോ മോഹനേട്ടൻ മൈൻഡ് ചെയ്തുകൂടിയില്ല. ഇത് പിടിച്ച് എനിക്ക് അടുക്കള ജോലിയുണ്ട്. സുശീല, ഞാൻ മോഹനൻ സാറ് കൃത്യം 9:38 ഞാൻ ഇവിടെ പുറപ്പെടുന്നത്. അതെ, അത്തരം കാര്യങ്ങളിൽ ഞാൻ വളരെ വലിയ കൃത്യനിഷ്ഠക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കണ്ടപ്പോ തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. അത് മതി, ആയിക്കോട്ടെ. ചായ ചായ. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ശല്യപ്പെടുത്താനൊന്നും വന്നതല്ലോ, ചായ ആയിട്ട് വന്നതല്ലേ. മോഹനേട്ടൻ ഇതങ്ങ് വാങ്ങി എനിക്ക് പോവാം. മോഹനേട്ടാ, ചായ കൊണ്ടുവരാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? നിന്റെ ഇഷ്ടത്തിന് നീ ഓരോന്ന് ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് മനസ്സിലായില്ല. മോഹനേട്ടാ. ഹലോ, രാജീവാ, ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കടുംപിടുത്തക്കാരനാണെന്ന് രാജീവിനെ അറിയാമല്ലോ. അതെ, ശരി, ആയിക്കോട്ടെ. ഉദ്ദേശം എന്താ? ഈ ചായ വേണോ വേണ്ടയോ? ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണ് കെ മോഹനേഷ സാറ് എന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ എന്റെ ഭാര്യയായ നീയും പറയുന്ന വാക്ക് പാലിക്കാൻ ബാധ്യതയുള്ള ആളാണ്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ പറയാതിരിക്കാനും ശ്രമിക്കണം. മനസ്സിലായല്ലോ? ഇതെന്ത് ഭ്രാന്താണ്? ഞാനെന്ത് വാക്കാ പാലിക്കാത്തത്? മണി 7:35. ചായ ഇടാൻ നിനക്ക് ഉദ്ദേശമൊന്നുമില്ലേ? ചായ ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട്, മോനോട്ട് ഒഴിച്ചെടുത്തു.
കൊള്ളാം. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് ചോദിച്ചുകൊണ്ട് ഇതെങ്കിലും ആയി. ഇല്ലെങ്കിൽ ഞാൻ ആഫീസിൽ പോകുന്ന നേരമായാലും എനിക്കിതൊന്നും കിട്ടില്ലായിരുന്നു. രാവിലെ ചുമ്മാ എന്റെ മെക്കിട്ട് കറന്നിക്കത് ഈ ചായ എടുത്തോണ്ട് പോവാൻ നോക്കി. എനിക്കിവിടെ 1500 പണിയുണ്ട്. അപ്പോ എനിക്കൊരു ചായ തരുന്നത് നിന്റെ 1000-ൽപ്പെടുന്ന ജോലിയല്ലേ? അതെന്റെ ജോലിയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോ അത് ഗ്ലാസ്സിൽ ഒഴിച്ച് കയ്യിലേക്ക് പിടിപ്പിച്ചാലേ കുടിക്കാൻ പറ്റുന്നാണെങ്കിലേ ചായ കുടിക്കണ്ട. വെറുതെ പത്രം വായിച്ചോണ്ടിരിക്കല്ലായിരുന്നു അവിടെ. ഞാനും നേരം വെളുത്തപ്പോ തുടങ്ങിയതാണ്. ഇതുവരെ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല. അടുക്കളപ്പണിയുടെ പാടെന്താണെന്ന് അത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നീ കുറെ നാളായല്ലോ ഇവിടെ മലമറിക്കേണ്ട പണിയാണെന്ന് പറയുന്നു. ഇവിടെ ഒരു മലമറിക്കലും ഇല്ല. നമ്മുടെ നാട്ടിലെ സകലമാന പെണ്ണുങ്ങളും സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണത്. വഴക്കുണ്ടാക്കാൻ എനിക്ക് നേരമില്ല. മോഹനയുടെ ഇപ്പൊ വായി തോന്നുന്നു പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിന് കൂടെ തുള്ള ഞാനും വന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് കഴിയുമ്പോ മോഹനയുടെ വന്ന് ചോദിക്കും, ഭാമി ഷർട്ടും മുണ്ടും എടുത്തോ, കഴിക്കാനെടുത്തോ, എന്റെ ചോറ്റുപാത്രം എവിടെ എന്ന് പറഞ്ഞ് മോഹനയുടെ പിന്നെ ഇങ്ങോട്ട് വരും. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു ഭർത്താവ് ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സകല കാര്യത്തിന് ചിട്ട കൃത്യനിഷ്ഠ, എന്നാലോ ഒരു കൈ സഹായത്തിനുള്ള മനസ്സുമില്ല. ഒരു ദിവസം ഇതൊന്നും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അന്നത്തെ ദിവസം ആഫീസിൽ പോകാതാ ഇവിടെ തന്നെ ഇരിക്കും മോനട്ടൻ. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ആഫീസിൽ പോയിട്ടില്ലല്ലോ. അത് അന്ന്. ഇനി അങ്ങോട്ട് ഞാൻ സഹായിച്ചില്ലെങ്കിലേ മോഹനേട്ടൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തുണി അലക്കാതെയും തേക്കാതെയും എന്തായാലും ആഫീസിൽ പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് വലുതും കഴിക്കുന്ന കാര്യം. ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്തൊരു വില്ലേജ് ഓഫീസർ ഞാൻ അടുക്കള കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പട്ടിണി കിടന്ന് ചത്തുപോകും. അതാണ് കാര്യം. നിന്നെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ധാരണ നിനക്കുണ്ട്. അത് നിന്റെ വിവരക്കേട. നീ ഒരു സഹായവും ചെയ്തില്ല എങ്കിലും എന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കും. ഉവേ, ഒരു ദിവസം നടക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് അത് പോവാനേ പോകുന്നില്ല. ഒരു ദിവസമല്ല, എത്ര വർഷം വേണമെങ്കിലും നടക്കും. പറയാനെല്ലാം എളുപ്പം മോഹനട്ടാ, പക്ഷെ പ്രവർത്തിക്കാനും പാടാണ്. ഒരു പാടുമില്ല. വെറുതെ വാശി പിടിപ്പിച്ചാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ശരി, ഞാൻ വാശി പിടിപ്പിച്ചിരിക്കുന്നു. മോഹനട്ട ഇഷ്ടമുള്ളവരെ ചെയ്യും. ഓ, അപ്പൊ ആ വാക്കി പിടിച്ചിട്ടാണ് വില്ലേജ് ഓഫീസറുടെ കളി. എനിക്ക് പിന്നെ അതൊന്നും അറിയണമല്ലോ. ഹലോ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ പേരുള്ള സമര ഇത് എത്ര ദിവസത്തേക്കാ? സമരം സാധാരണ എത്ര ദിവസത്തേക്കാണ്? ജയിക്കുന്നത് വരെ. അങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. തോറ്റു തുന്നം പാടിയ സമരങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമരം ഒരിക്കലും അങ്ങനെ ആവില്ല. എന്താണ് ഇതിൽ ഇത്ര ഉറപ്പ്? പറയാം. നമ്മുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് 10-25 വർഷം ഞാൻ ചായയും കാപ്പിയും കുടിച്ചു തന്നെയാണ് ജീവിച്ചത്. അതൊന്നും നീ ഉണ്ടാക്കുന്നതായിരുന്നില്ലല്ലോ. അതായത് നീ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോകും എന്ന നിന്റെ ധാരണ തെറ്റാണ്. നിന്റെ ആ ധാരണ മാറ്റാനായി ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു നോക്കി. പക്ഷേ നിനക്ക് മനസ്സിലായില്ല. പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ച് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എന്റെ രീതി. അതായത് ഞാൻ ഉണ്ടാക്കുന്നൊന്നും കഴിക്കില്ല. എനിക്കൊന്നും ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞത് നീയാണ്. ദേഷ്യം വരുമ്പോ ആളുകൾ ഇങ്ങനെ പലതും പറയില്ലേ? അത് പാടില്ലല്ലോ. എത്ര ദേഷ്യം വന്നാലും പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പറയുകയും ചെയ്യുകയും ചെയ്യരുത്. എന്തായാലും നീ ഇന്നലെ എന്നെ വെല്ലുവിളിച്ചു. അത് കേട്ടിട്ടും ഞാൻ മിണ്ടാതിരുന്നാൽ നീ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ വരിക? നീ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല എന്ന് നിന്നെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ പാടുപെടുന്നത് മുഴുവൻ. എങ്കിൽ പിന്നെ ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ പറയണായിരുന്നു. പറയാനുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സംഗതി സീരിയസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. നിന്നെ പോലെ വായി തോന്നുന്നു പറഞ്ഞു നടക്കുന്ന ഒരാളല്ല കെ മോഹനകൃഷ്ണ സാറ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. ചെയ്യാൻ പറ്റുന്നതേ പറയൂ. ഒരു ചായ കുടിക്കാതിരുന്നോണ്ട് പ്രത്യേകിച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും. പിന്നെ മാറ്റി പറയരുത്. ഒരിക്കലുമില്ല. ആരാണ് നോക്ക്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ പല സംശയങ്ങളും തീർക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും ആ വന്നിട്ടുണ്ടാവുക. നമസ്കാരം വക്കീലേ. സാറില്ലേ? ഉണ്ട്. എന്താ സുശീല കയ്യില്? സാറിന്റെ ഷർട്ടും മുണ്ടുവാ, തേക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചതാ. മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടോ?
അതെ വക്കീലെ, ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴി മോഹനേശ്വർ സാർ എന്റെ കടയിൽ വന്നിരുന്നു. ഇനി അങ്ങോട്ട് എന്റെ ഷർട്ടും മുണ്ടും തേച്ചിടാൻ പറ്റുമോ എന്ന് ഞാൻ സുശീലിനോട് ചോദിച്ചു. അതിനെന്താ സാറേ, തേച്ചു തരാം എന്ന് സുശീലൻ. പൈസയുടെ കാര്യം സംസാരിച്ച് തീരുമാനമാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്ക് ചായ എടുക്കാൻ നീ പോയ സമയത്ത് അലക്കിയിട്ടിരിക്കുന്ന ഒരു ഷർട്ടും മുണ്ടും എടുത്ത് ഞാൻ താഴേക്ക് ചെല്ലുമ്പോ സുശീൽ അവിടെ നിൽക്കുന്നു. ഞാനത് സുശീലിന്റെ കയ്യിൽ കൊടുത്തു. നന്നായി തേച്ചില്ലേ സുശീല? അതെന്ത് ചോദ്യാ സാറേ? ഞാനൊരു കാര്യമേറ്റ അത് ഭംഗിയായി ചെയ്യാതിരിക്കോ? ഇത് നോക്കിയിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി. ശരി, സന്തോഷം. പൈസ ഓരോ മാസവും അവസാന ദിവസം ഒരുമിച്ചങ്ങ് തരാം. എത്ര ഷർട്ടും എത്ര മുണ്ടും തേച്ചു എന്ന് എഴുതി വെച്ചേക്കണം. ഓ ശരി സാർ. ഇനിയിപ്പോ സുശീലൻ കണക്ക് എഴുതി വെച്ചില്ല എങ്കിലും ഞാൻ കണക്ക് എഴുതി വെക്കും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. ഇല്ല സാർ. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ഇന്ന് വൈകുന്നേരം വീണ്ടും കാണേണ്ടി വരും. ഒരു ഷർട്ട് തേക്കുന്നതിന് എത്ര സുശീല? 12 രൂപ. മുണ്ടിനോ? 12 രൂപ. ഓക്കെ, അപ്പൊ സുശീല ചെല്ല്. ശരി വക്കീലെ. എത്ര ഭംഗിയായിട്ടാണ് സുശീലൻ തേച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. അല്ലെങ്കിലും ഓരോ കാര്യങ്ങളും അതറിയാവുന്നവരെ കൊണ്ട് ചെയ്യിച്ചാൽ ഭംഗിയാകും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ തേച്ച് തന്ന ഷർട്ട് മുണ്ട് വിട്ടുകൊണ്ടാണ് ആഫീസിൽ പോകാറുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടായതായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പലപ്പോഴും ദോഷങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ വന്ന് നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം. ശരി, അപ്പൊ ഇനി അങ്ങോട്ട് എന്നും ഇത് തന്നെയാണോ പരിപാടി? അങ്ങനെയല്ലേ വേണ്ടത്. ഒരു ഷർട്ട് തേക്കാൻ 12 രൂപയാണ് റേറ്റ്. അത് ഞാൻ സുശീലിനോട് സംസാരിച്ചു കഴിഞ്ഞു. മുണ്ട് തേക്കാനും 12 രൂപയാവും. അതും ഞാൻ സുശീലിനുമായി സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ അലക്കിട്ടിരുന്ന ഷർട്ട് മുണ്ടും ഉണ്ടായിരുന്നോണ്ട് ഇന്നലെ സുശീലൻ വന്നപ്പോ അങ്ങ് എടുത്തു കൊടുക്കാൻ പറ്റി. നാളത്തേക്ക് ഷർട്ട് മുണ്ടും വേണമെങ്കിൽ അങ്ങ് അലക്കിക്കൊള്ളണം. അതും പ്രശ്നമല്ല. ഇന്നു മുതൽ ഷർട്ടും മുണ്ടും അലക്കി തേച്ച് തരാനാണ് സുശീലിനോട് പറഞ്ഞിരിക്കുന്നത്. മുഷിഞ്ഞു കിടക്കുന്ന എല്ലാ ഷർട്ടും മുണ്ടും എടുത്ത് സുശീലിന്റെ കയ്യിൽ കൊടുക്കും. സുശീലൻ അത് അലക്കി തേച്ച് കൊണ്ടുവരും. അലക്കണമെങ്കിലേ 13 രൂപ വേറെ കൊടുക്കണം. അതും സംസാരിച്ചു കഴിഞ്ഞു. ഒരു ഷർട്ട് അലക്കി തേക്കാൻ 25 രൂപ. മുണ്ടിനും അങ്ങനെ തന്നെ. ആകെ ഒരു ദിവസം 50 രൂപ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചിലപ്പോൾ കാശ് ചിലവാക്കേണ്ടി വരും. ചിലപ്പോഴെന്നല്ല മോഹനേട്ടാ, എല്ലാ ദിവസവും ഒന്ന് പറയണം. ഒരു മാസം 1500 രൂപ ആ വകയിൽ ചെലവാകും. ഇല്ല, 4 ഞായറാഴ്ചയും ഒരു 2ാം ശനിയും ഒഴിവായാൽ പരമാവധി 25 അല്ലെങ്കിൽ 26 ദിവസം. അതിൽ തന്നെ പലപ്പോഴും അവധി ദിവസങ്ങൾ ഉണ്ടാവും. ശരാശരി ഒരു മാസം ഒരു 24 ദിവസം കൂട്ടിയാൽ മതിയാവും. ആകെ ചെലവാകാൻ സാധ്യതയുള്ളത് 1200 രൂപ. ഒരു ചായയോ നാരങ്ങ വെള്ളമോ കാശ് മുടക്കി വാങ്ങി കുടിക്കാത്ത മോഹനേട്ടൻ എന്നെ തോപ്പിക്കാനായി 1200 രൂപ മാസം ചെലവാക്കാൻ പോകുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമ്പത്തിക നേട്ടം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ അഭിമാനമാണല്ലോ ഏറ്റവും വലുത്. അഭിമാനം സംരക്ഷിക്കാനായി എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കും. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ദോഷം ഇപ്പോഴും മോഹനേട്ടൻ മനസ്സിലായിട്ടില്ല. ഷർട്ടും മുണ്ടും തേച്ചിട്ടത് കൊണ്ട് മനുഷ്യന്റെ പ്രധാന പ്രശ്നങ്ങളൊന്നും തീരില്ല മോഹനേട്ടാ. ഈ കളി കളിച്ചെന്നെ തോപ്പിക്കാനാണ് ഭാവമെങ്കിൽ മോഹനേട്ടൻ വിവരം അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ തോപ്പിക്കാൻ പറ്റിയ ആളല്ല സത്യഭാമ. ഇത്തരം ഭീഷണി കൊണ്ടൊന്നും കെ മോഹനകൃഷ്ണൻ സാറിനെ വരട്ടാം എന്ന് നീ കരുതരുത്. ഒരാളുടെയും സഹായം കൂടാതെ ജീവിക്കാനുള്ള കഴിവും ചങ്കൂറ്റമുള്ള ആളാണ് ഞാൻ. അത് നമുക്ക് കാണാൻ മോനട്ടാ. തൽക്കാലം സുശീലിനെ കൊണ്ട് ഷർട്ട് മുണ്ടും തേപ്പിച്ചു. ഇനി നാളെ മുതൽ അലക്കാനെ സുശീലിനെ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം ഇവിടെ തീരുന്നില്ല മോഹനട്ടാ. തേച്ച ഷർട്ട് മുണ്ടും ഉള്ളത് കൊണ്ട് മാത്രം ഒരാളുടെ പ്രശ്നമെല്ലാം തീരുമായിരിക്കും. ഇല്ല, പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ പരസഹായമില്ലാതെ സാധിക്കാൻ എനിക്ക് കഴിയും എന്ന് തെളിയിക്കുകയാണ് ഞാൻ. നിനക്ക് വർഷങ്ങളായ ഒരു ധാരണയുണ്ട്, നീ ഇല്ലെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോകുമെന്ന്. അത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല. യഥാർത്ഥ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് പ്രശ്നം? അത് ഓരോന്നായിട്ട് മോഹനേട്ടൻ കണ്ടു. ഞാൻ ചെയ്യുന്നതിനൊന്നും കണക്ക് പറയാത്തോണ്ട് ഒരു കുഴപ്പമുണ്ടായി.
സത്യത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇപ്പോഴും മോഹനേട്ടൻ അറിഞ്ഞൂടാ. അതറിയണമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതിരിക്കണം. നീ ചെയ്യാതിരുന്ന് നോക്ക്, അപ്പൊ അറിയാലോ കാര്യങ്ങൾ. ഇനി ഇക്കാര്യം ഇങ്ങനെ സംസാരിച്ച് സമയം കളയണ്ട. കാരണം എനിക്ക് സംസാരത്തിലല്ല വിശ്വാസം, പ്രവൃത്തിയില്ല. അതാരാ? ആരാണെന്ന് അറിയണമെങ്കിൽ പോയി നോക്കണം. നമസ്കാരം വക്കീലെ. നമസ്കാരം. ആരാ? എന്റെ പേര് രാജീവൻ എന്നാ. ഞാൻ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ കടയിൽ ജോലിക്ക് നിൽക്കുക. എന്താ കാര്യം? മോഹനകൃഷ്ണൻ സാർ ഒരു പാഴ്സൽ പറഞ്ഞിരുന്നു, അതുമായി വന്നതാ. പാഴ്സലോ? ഞെട്ടണ്ട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നല്ല ഒന്നാന്തര ദോശ കിട്ടും. അതാണ് രാജീവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത്. എങ്കിൽ പിന്നെ ഇത് പൊതി ഇങ്ങോട്ട് കൊണ്ടുവരിച്ച എന്തിനാണ്? കൃഷ്ണൻകുട്ടിയുടെ ചായക്കട മുന്നിലൂടെ അല്ലേ മോഹനേട്ടൻ ഓഫീസിലേക്ക് പോകുന്നത്? അപ്പോ നോക്കിൽ അവിടെ കയറി കഴിച്ചാൽ പോരായിരുന്നു? അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് രണ്ട് ദോഷങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളായി പോയത് കൊണ്ട് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പ്രയാസമാണ്. രണ്ട്, എല്ലാ ദിവസവും ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് രാവിലെ കഴിച്ചാൽ നാട്ടുകാർ കരുതും നീ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന്. ഈ കണക്കിനാണെങ്കിൽ ഇവിടെ ഇനി ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ലല്ലോ. അതൊക്കെ നിന്റെ ഇഷ്ടം. മോഹനേട്ടൻ ഉദ്ദേശം എന്താണ്? കൃത്യസമയത്ത് രുചികരമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നിലവാരമില്ലാത്ത ഭീഷണികൾ ഉപയോഗിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കൈകാര്യം ചെയ്യുക എന്നത് രണ്ടാമത്തെ ഉദ്ദേശം. ശരി, നടക്കട്ടെ. എത്ര രൂപയായി? 10 രൂപ. 3 ദോശയോ? അപ്പൊ ഒരു ദോശക്ക് എത്ര? ഇത് പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതിന് കൂലിയില്ലേ സാറേ? ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കഴിച്ചോളാം നാളെ മുതൽ. ഇതിന്റെ പൈസ ഞാൻ ആഫീസിലേക്ക് പോകുന്ന വഴി തന്നോളാമെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞേക്ക്. ശരി സാർ. ശരി. രാവിലത്തെ ഭക്ഷണം നിർബന്ധമായും വെജിറ്റേറിയൻ ആയിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത്. അതുകൊണ്ട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് നല്ല ഒന്നാന്തരം ദോശയും ചമ്മന്തിയും വാങ്ങിച്ചു. ഇത് എത്ര നാളത്തേക്കുള്ള ഏർപ്പാടാ? അങ്ങനൊന്നുമില്ല. വിശപ്പ് മാറ്റുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള ഊർജം കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല. ഇനി മുതൽ എന്നും ഇത് തന്നെയാണ് വഴി. അപ്പൊ ഞാൻ കാലത്ത് എഴുന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പാവോ? മോഹനേട്ടൻ വേണമെങ്കിൽ നേരത്തെ എന്നോട് പറയണായിരുന്നു. അതെങ്ങനെയാ ഭാമേ? ഇന്നു മുതൽ ഒരു സാധനവും എനിക്ക് ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞത് നീയല്ലേ? നീ തീർത്തു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ കാര്യം നോക്കി. എന്നിട്ട് നീ തന്നെ പറയുന്നു നീ ഇതിപ്പോ ഉണ്ടാക്കിയത്. ദേഷ്യം വരുമ്പോ നമ്മൾ അങ്ങനെ പലതും പറയാറില്ലേ? അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കുന്ന എന്തിനാ മോനേട്ടാ? ഇന്നലെ വാശി കയറിയപ്പോ ഞാൻ എന്തോ പറഞ്ഞു, അത് ഞാൻ അപ്പൊ തന്നെ മറക്കുകയും ചെയ്തു. അങ്ങനെ മറക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഈ കാര്യത്തിൽ നിനക്ക് കെ മോഹനകൃഷ്ണൻ സാറിനെ മാതൃകയാക്കാം. എന്താ മണം, എന്താ മണം, എന്താ മണം. കൃഷ്ണൻകുട്ടിയുടെ കൈപുണ്യം സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്ര രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന വേറെ ഒരാളുമില്ല. ചുമ്മാതല്ല കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഇത്ര തിരക്ക്. ചമ്മന്തി, ഓഹോ, എന്തൊരു മൃദുലത. രുചി. ദോശ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ അവൻ ഇങ്ങനെ ഉണ്ടാക്കണം, വട്ടത്തിൽ, അല്ലാതെ അന്നാറ്റിക്ക് ഉണ്ടാക്കണക്കല്ല. നീ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും കഴിച്ച് കഴിച്ച് രുചി അറിയാനുള്ള എന്റെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്നേ കഴിക്കൂ. ആണോ? ആണോ? നടക്കില്ല. 1 2 ഒന്നുകൂടെ ഉള്ളു. 3
ഉള്ളൂ. 3 എണ്ണം കഴിച്ചില്ലെങ്കിൽ വയറ് നിറയില്ല. ഇങ്ങനെ ചായക്കടയിൽ നിന്ന് പൊതു കെട്ടിക്കൊണ്ടുവരുന്ന കഴിക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള ഉണ്ടായി കഴിക്കാൻ എനിക്കറിയാം. നിനക്കത് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാ ദിവസവും അത് തന്നെ കഴിച്ച് ജീവിതം കളയാതെ ഇതുപോലത്തെ ഭക്ഷണം വല്ലപ്പോഴും കഴിക്കുന്നല്ല. ഞാന് ഒരു ബുദ്ധി പറഞ്ഞുതരാം. ശനി ഞായറും നിനക്ക് കോടതിയില്ലല്ലോ. ആ 2 ദിവസം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ ഒന്ന് ശുപാർശ ചെയ്താ ചിലപ്പോ നല്ല പാചകമൊക്കെ പഠിപ്പിച്ചു തരും. ഇത്രയും കാലം കൃഷ്ണൻകുട്ടി ഉരുട്ടി തരുന്ന അല്ലല്ലോ സാറ് വെട്ടി വിഴുങ്ങിയത്. ഞാൻ ഉണ്ടാക്കി തരുന്ന കഴിച്ചല്ലേ മനുഷ്യക്കൊലമായത്. ഇനിയിപ്പോ എന്ത് പറയാലോ? ഓ, ഇനിയുണ്ടോ ഇത്തരം ഇടപാടുകള്? അതാരും വന്നിരിക്കുന്നേ? ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കല്ലേ, നീ പോയി നോക്ക്. നാണക്കേട് വിചാരിക്കണ്ട. എന്താണ്? വേണമെങ്കിൽ ഒരു ദിവസം നിനക്കുള്ള ഭക്ഷണവും കൃഷ്ണൻകുട്ടി ചായക്കടന്ന് വരുത്താം. കുടിച്ചിറക്കിട്ട് വേണം ദേഷ്യപ്പെട്ടു. ദൈവം, എന്തൊരു ചൊവ്വേത്! ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അല്ല, കൃഷ്ണൻകുട്ടി കടയിൽ കച്ചവടം കുറഞ്ഞു വരുന്നത്. എന്താ സുശീല? നാളത്തേക്കുള്ള ഷർട്ടും മുണ്ടും കൂടെ തന്നുവിടുവാണെങ്കിൽ ഇന്ന് തന്നെ തേച്ച് വൈകിട്ടും എത്തിക്കായിരുന്നു. എന്തിനാണോ നാളത്തേക്കാക്കുന്നത്? മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും എല്ലാം എടുത്തോണ്ട് പോകൂ. എന്നിട്ട് അത് അലക്കോ തേക്കോ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യേ. അങ്ങനെയാണെങ്കിൽ അതിങ്ങ് എടുത്തു നോക്കിയില്ലേ? സുശീല, വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കുന്നില്ലേ? സുശീല പണി നോക്കി പോയേ. ഈടാ ഒരു ഷർട്ട് മുണ്ട് തേക്കാൻ വന്നിരിക്കുന്നു. അല്ല, സാറ് പറഞ്ഞിട്ട്. ആഹാ, സാർ എന്ത് പറഞ്ഞാലും സുശീലൻ അനുസരിക്കൂ. കടയിലേക്ക് പോകുന്ന വഴി ഗോവിന്ദൻകുട്ടിയുടെ പറമ്പിലെ മൂലയ്ക്ക് ഒരു പൊട്ടക്കിണറുണ്ട്. അതിൽ ചാടാൻ പറഞ്ഞാലോ? ആവശ്യമില്ലാത്ത അഭ്യാസങ്ങൾക്ക് മോഹനേട്ടർ കൂട്ടുനിന്നാൽ സുശീലൻ വിവരം പറയും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല, അറിഞ്ഞില്ല. അയ്യോ, അതെങ്ങനെ പറ്റി? ദൈവമേ, ആരൊക്കെയാണെന്ന് വല്ലതും അറിയാമോ? ഓ, അറിയണ്ടേ? അല്ല, അത് പിന്നെ ഈ ശരി ആയിക്കോട്ടെ, ഞാൻ വരാം. ഓ, മോഹനേട്ടാ, മതി. ഞാൻ ഇന്നലെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്നുള്ളത് നേരം. അതിന്റെ പേര് ഇത്രയും വാശി പിടിച്ച മതി. ഇനി നമുക്ക് കൂട്ടുകൂടാം. ഞാൻ നിന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് ആരാണ് പറഞ്ഞത്? എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. പക്ഷേ നിന്റെ ചില തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ കടമയാണ്. ഉച്ചയൂണ് വിജയന്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിക്കും. വൈകിട്ട് വരുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഒരു ചായ. രാത്രി കഴിക്കാനായി 2 ചപ്പാത്തി പൊതിഞ്ഞ് വാങ്ങിക്കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യം വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞു പോയതാന്ന്. ഇനി അത് ഓർത്തോണ്ടിരിക്കുന്ന കഷ്ടാണേ. നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ എത്രയോ വഴക്കിൽ കൂടിയിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ പഴുതെല്ലാം മറന്ന് നമ്മൾ കൂട്ടുകൂടുകയും ചെയ്യും. അതല്ലേ അതിന്റെ ഒരു രീതി. ആ രീതി ഞാൻ മാറ്റി. നീ സഹായിച്ചില്ല എങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നെനിക്ക് തെളിയിക്കണമല്ലോ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യപ്പോ അങ്ങനെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനില്ലേലും മോഹനേട്ടൻ ജീവിക്കുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ മോഹനേട്ടൻ ഇങ്ങനെ പിണങ്ങിയിരുന്ന എനിക്ക് ജീവിക്കാൻ പാടാ. ഞാൻ പിണങ്ങിയിട്ടില്ലല്ലോ. പക്ഷെ മോഹനേട്ടൻ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതൊക്കെ എനിക്ക് ശീലമായി പോയതാ. മോഹനേട്ടൻ കഴിക്കാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതെല്ലാം വെച്ചുണ്ടാക്കുന്നേ? ഉണ്ടാക്കണ്ട. അങ്ങനെയല്ലല്ലോ. മോഹനേട്ടൻ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് മാത്രമല്ല, ഇത്രയും കാലം ഞാൻ ഇളക്കി തേച്ച ഷർട്ടും മുണ്ടും ഇട്ടോണ്ടല്ലേ മോഹനേട്ടൻ ഓഫീസിൽ പോയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ അല്ലാതെ പോകുന്ന എനിക്ക് ഇഷ്ടാവുന്നില്ല. ഇന്നലെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞത് ഇന്നലെയല്ലേ? മോഹനേട്ടൻ ഒരു കാര്യം നോക്കാൻ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഭ്രാന്തായി പോവും. നമുക്ക് ഈ വഴക്ക് തീർക്കാം. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു, ഇത് വഴക്കല്ല. വിവേകമില്ലാത്ത ഭാര്യയ്ക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. മതി മോഹനേട്ടാ, ഈ പരിപാടി ഇവിടെ നിർത്തണം. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കൊണ്ടുവന്ന് ദോശ കഴിച്ചത് ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഉച്ചൂണ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് മോഹനേട്ടൻ കൊണ്ടുപോയാൽ മതി. ഒരിക്കലുമില്ല.
ഇന്നു മുതൽ വിജയന്റെ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും ഊണ് വേണമെന്ന് ഞാൻ വിജയനോട് പറഞ്ഞു പോയി. ഇനി ഞാൻ എങ്ങനെയാ ആ വാക്ക് മാറ്റി പറയുന്നത്? നീ ഉണ്ടാക്കിയ ചോറ് എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ വേണ്ട. പറയല്ലേ. മോഹനേട്ടൻ എന്നോടുള്ള വാശിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് എത്ര രൂപ നഷ്ടം മോഹനേട്ടൻ ആലോചിച്ച് നോക്കി. നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ വെറുതെ കളയുന്നത് ശരിയാണോ? മനസ്സിലായില്ല. ഇതിലിത്ര മനസ്സിലാക്കാൻ എന്താ മോനേട്ടാ? ഷർട്ടും കൊണ്ട് സുശീലിന്റെ കൈ കൊടുത്ത് അലക്കി തേച്ചാലുണ്ടാവുന്ന നഷ്ടം നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞേ 1200 രൂപ ഒരു മാസം വെറുതെ പോവാണ്. അത്രയും പോകില്ല. ഷർട്ടും മുണ്ടും അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വാങ്ങേണ്ടതില്ലാത്തതിനാൽ ആ പൈസ ലാഭമാണ്. പിന്നെ തുണി തേക്കാതെ വരുമ്പോൾ കറണ്ട് ചാർജും കുറയും. എന്നാൽ 750 രൂപ ഒന്ന് സമ്മതിക്കാലോ. അത് ശരിയായിരിക്കും. ആ പിന്നെ രാവിലത്തെ ഭക്ഷണം ഒരു മാസം കൃഷ്ണക്കുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും പോവാ? അധികമൊന്നുമില്ല. ഒരു മാസം 510 രൂപ. ആ ചായ ഒഴിവാക്കുകയാണെങ്കിൽ വെറും 300 രൂപ. ഉച്ചയുണ്ട് 50 രൂപ കൊടുക്കണ്ടേ? എന്തിന്? 35 രൂപയ്ക്ക് നല്ല വെജിറ്റേറിയൻ ഊണ് കിട്ടും. ഒരു മാസം പരമാവധി 1050 രൂപ. രാത്രിയിലേക്ക് 20 രൂപ. മാസം 600 രൂപ. ആ അപ്പൊ എല്ലാം കൂടി എത്ര രൂപയായി? ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ വീട്ടു സാധനങ്ങൾ അതിൽ കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ. എന്നാലും മാസം ഒരു 1000 രൂപ നഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ തുണി അലക്കി തേക്കുന്നതും ഭക്ഷണം എല്ലാം കൂടെ കൂടി 1750 രൂപ നമുക്ക് ഒരു മാസം നഷ്ടം ഉണ്ടാവും. ഒരു മാസം 1750 രൂപ എന്ന് പറഞ്ഞ ഒരു വർഷം 21,000 രൂപ. ഹോ, മോഹനേട്ടന്റെ ഒരു മാസ ശമ്പളം വെറുതെ പോകുന്നാണ് അർത്ഥം. എന്റെ മോഹനേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അതിങ്ങനെ വെറുതെ പോലെന്ന് ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഒരു നിയന്ത്രണവുമില്ലാതെ കാശ് വാരിക്കോരി ചെലവാക്കുന്ന നിനക്ക് പൈസയുടെ മൂല്യം പെട്ടെന്ന് പിടികിട്ടിയതിൽ വളരെ സന്തോഷം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. എന്റെ പൈസ പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. എന്തിനാ മോഹനേട്ടൻ ഇങ്ങനെ പെരുമാറണേ? ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും മനസ്സ് വെച്ചാൽ ഇന്നലെ സംസാരിച്ചതെന്ന്. മോഹനേട്ടൻ അതൊന്ന് ക്ഷമിക്ക്. ഇന്ന് ഞാൻ ക്ഷമിച്ചാൽ നാളെ നീ വീണ്ടും ഇത് തന്നെ പറയും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഓരോ തീർപ്പിന് ഞാനില്ല. ഞാൻ ഇറങ്ങുന്നു. നമസ്കാരം സാർ. സാർ ഇറങ്ങിയാണല്ലേ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെയല്ലേ സാറേ. സാറ് സംഭവം അറിഞ്ഞില്ലേ? നമുക്ക് അതുവഴി ഒന്ന് പോയാലോ? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാറ് കൂടെ ഉള്ളത് നല്ലതാണ്. എന്ത് സാഹചര്യം? അയ്യോ, അപ്പൊ സാറ് സംഭവം അറിഞ്ഞില്ലേ? നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചവരെല്ലാരും ആശുപത്രിയിലായി. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ദോശയിലോ ഇഡ്ഡലിയിലോ അപ്പത്തിലോ ആണ് മായം കലർന്നത്. ചിലപ്പോ കറിയിലായിരിക്കാം. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലെ ചമ്മന്തി വളരെ വിശേഷപ്പെട്ടതാണല്ലോ. ആളുകൾ വയറ് നിറച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ചമ്മന്തിയിലായിരിക്കും പ്രശ്നം. എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലിനൊന്ന് കാണണം. ദൈവം, എന്തൊരു ചൊവ്വയത്! ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അല്ല, കൃഷ്ണൻകുട്ടി കടയിൽ കച്ചവടം കുറഞ്ഞു വരുന്നത്. ഈശ്വര, ചമ്മന്തി തന്നെ എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. എന്നാലും എന്റെ വക്കീലെ ഇതൊരു ഭയങ്കര സംഭവമായി പോയി. സംഭവം കേട്ട പാടെ തന്നെ എന്റെ കയ്യും കാലും പറച്ചുപോയി. ഇതുപോലൊരു വാർത്ത കേട്ട ആരും ഉത്തമ പേടിക്കാത്തത്? ഞാൻ നോക്കട്ടെ. മോഹനേട്ടാ, ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് പറ. വെള്ളം. അയ്യോ,
കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചല്ലോ. എന്ത് പറ്റി മോഹനേട്ടാ? ഒന്നും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അയ്യോ. ഇതിനു മുന്നേ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. വേണ്ട, വേണ്ട, വേണ്ട. ശ്ശോ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തായിരുന്നു സംഭവം? എത്താൻ പോയാ? ഇല്ല, അപ്പുറത്തുണ്ട്. എന്താ പ്രശ്നം? രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് കഴിച്ചവർക്കൊക്കെ ഭയങ്കര ഛർദി. 2 പേര് ആശുപത്രിയിലുണ്ടെന്നാ പറയുന്നത്. ഉത്തമൻ പറഞ്ഞ പാടെ ഞാൻ തൊണ്ടയ്ക്കുള്ളിൽ കൈ കയറ്റി ഉള്ളത് മുഴുവൻ ഛർദിച്ച് കളഞ്ഞതാ നടക്കുന്നു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കല്ലേ? വയറ്റിൽ പോയൊക്കെ ഛർദിച്ച് കളഞ്ഞാ പിന്നെന്താ കുഴപ്പമില്ലേ? എല്ലാം പോയല്ലോ. അല്ല, ഇങ്ങനെ വയറ്റിലൊന്നുമില്ലാതെ എങ്ങനെ ആഫീസിൽ പോവാ? കുറച്ച് ഉപ്പുമാവ് കഴിച്ചാലോ? ഇനിയിപ്പൊ വാശി പിടിക്കണ്ട. നമ്മുടെ തമ്മിലുള്ള വഴക്ക് അങ്ങനെയൊക്കെയല്ലേ. അത് ഞാനൊരു ചായ എടുക്കാം. അതെ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ മോഹനോട്ട് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അല്ല, ഈ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലെ ദോശയ്ക്കും ചമ്മന്തിക്കും കുഴപ്പമൊന്നുമില്ല. അത് ഉത്തമം വെറുതെ പറഞ്ഞതാ. ഞാനോ ഉത്തമനെ വിളിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ്. ഉത്തമ, ഞാനാ. ഉത്തമൻ ഒരു സംഭവം അറിഞ്ഞോ? നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകളെല്ലാം ആശുപത്രിയിലാന്ന്. ദോശയിലാണോ ഇഡ്ഡലിയിലാണോ കറിയിലാണോന്ന് അറിയില്ല, എന്തോ കലർന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഉത്തമൻ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വേറെ ഒരൊറ്റ മനുഷ്യ പോലും അറിയരുത്. ഇല്ല, മോഹനേട്ടൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ മോഹനേട്ടനോട് പറയുന്നോണ്ട് കുഴപ്പമില്ല. ശരി. എന്റെ 10 രൂപ. അയ്യോ, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ച് ഞാൻ അലക്കി തേച്ച ഷർട്ട് കൊണ്ടുവിട്ടോണ്ടല്ലേ മോഹനേട്ടൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നേ. ഇന്ന് എന്നെ ഒഴിവാക്കിയപ്പോ എനിക്ക് സങ്കടം വന്നു. ഇന്ന് മോഹനേട്ടൻ അങ്ങനെ പോകാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാളല്ലേ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് മോഹനേട്ടന്റെ കാര്യത്തിൽ ഒരു പങ്കും ഇല്ലാതായി പോവില്ലേ? അതുകൊണ്ട് കാണിച്ചതാ. സോറി. ഇന്നലത്തെ വഴക്കിന്റെ പേര് ഞാൻ സോറി പറഞ്ഞിട്ടും മോഹനേട്ടൻ അത് കേൾക്കാതിരുന്നോണ്ടല്ലേ ഇങ്ങനത്തെ പണിയൊപ്പിച്ചത്. വേറെ ഒരു വഴിയില്ലായിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കി ഉപ്പുമാവ് കഴിച്ചാലോ? ഷർട്ട് ആകെ വൃത്തികേടായി. ഞാൻ വേറൊരു ഷർട്ട് തയ്ച്ചു തരാം. അതൊക്കെ ഞാൻ ചുമ്മാ പറയണല്ലേ. അങ്ങനെ അലക്കി ഷർട്ട് ഇല്ലാതിരിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒരു വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാ. സോറി. എന്തായാലും ഇങ്ങനെ ഒരു കടുങ്കൈ വക്കീല് ചെയ്തു കളയുമെന്ന് വില്ലേജ് ഓഫീസർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരു ഗംഭീര സമരത്തിൽ ഏർപ്പെട്ട് വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്ന മോഹനകൃഷ്ണനെ അപ്രതീക്ഷിതമായ പൂഴിക്കടകനിലൂടെ തറ പറ്റിച്ച സത്യഭാമയെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാരുനിസാരം തുടരുന്നു.